പാർട്സ് വരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് നമ്മൾ ഇതാ മാരത്തോണുകളും അല്ലെ ഓരോരോ ചാപ്റ്റേഴ്സൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ലൈവിന് വരുമ്പോൾ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിൽ മിസ് ഇതാ നമ്മുടെ സയൻസിലെ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ അപ്പം മെയിനായിട്ട് നമ്മൾ ഹ്യൂമൻ ഐ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദാ പിടിച്ചോ നമ്മളുടെ ദ ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ് എന്ന് പറയുന്ന ഫുള്ളി തിയററ്റിക്കൽ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലേ. ഇതിൽ നമുക്ക് കുറേ ന്യൂമറിക്കൽസും കാര്യങ്ങളും ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ദാ ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ് അറിയുമോ, എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഉറപ്പ് വരുത്തണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമയം കളയുന്നില്ല, നമുക്ക് വേഗം എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ പാർട്ട് ഓഫ് ഐ അല്ലേ. നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് പാർട്ട് ഓഫ് ഐ ആണ്. അതായത് ഐൻ്റെ പാർട്സ് ഉണ്ട്, ആ പാർട്സിലെ അവരുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് എന്താ നോക്കൂ. സ്റ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോവിങ് പാർട്സ് ഓഫ് എ ഹ്യൂമൻ ഐ അല്ലേ. ഒരു ഹ്യൂമൻ ഐൻ്റെ താഴെ തന്നിരിക്കുന്ന പാർട്സിൻ്റെ ഉപയോഗങ്ങൾ എന്താണ് അവരുടെ ഫങ്ഷൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് കോർണിയ, രണ്ടാമത് ഐറിസ്, ദെൻ പ്യൂപ്പിൾ ആൻഡ് റെറ്റിന. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഇതാണ് നമ്മളുടെ ഹ്യൂമൻ ഐ എന്ന് പറയുന്നത് അല്ലേ മക്കളെ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദാ ഇതിൽ ഇവിടെ ലെൻസ് ഉണ്ട് അല്ലേ. ഇതിൻ്റെ മുകളിലായിട്ട് ഈ ലെൻസിന് ഇവിടെ സീലിയറി മസിൽസ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്യൂപ്പിൾ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന ഈ രണ്ടാൾക്കാരെ നമ്മൾ ഐറിസ് എന്ന് വിളിക്കും അല്ലേ. അങ്ങനെ അതുപോലെ തന്നെ റെറ്റിന എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു ലെയറിനെയാണ് നമ്മൾ റെറ്റിന എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇവർക്കെല്ലാം ഓരോ ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കോർണിയ എന്ന് പറയുന്ന ആളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് അല്ലേ, കോർണിയ. അപ്പോൾ കോർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കറിയാം, നമുക്ക് ഒരു സാധനത്തിനെ കാണണം എന്നുണ്ടെങ്കിൽ, ഒരു ഒബ്ജക്റ്റിനെ കാണണം എന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന ലൈറ്റ് എല്ലാം നമ്മളുടെ കണ്ണിലൂടെ കയറി റെറ്റിനയിലേക്ക് ഫോക്കസ്ഡ് ആവണം അല്ലേ. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റിൽ നിന്നുമുള്ള ലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഐൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഏത് വഴിയാണ്, കോർണിയ വഴിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നോക്കുക, ദ ലൈറ്റ് കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് എൻ്റർ ദി ഐ ത്രൂ കോർണിയ. അപ്പോൾ കോർണിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, എൻ്റർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ പുറത്തുള്ളത് ഈ ഒരു ആവരണമാണ് നമ്മുടെ കോർണിയ എന്ന് പറയുന്നത്. കോർണിയയുടെ ഉള്ളിലൂടെയാണ്, കോർണിയാണ് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ കോർണിയയുടെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ ലൈറ്റ് ഉള്ളിലോട്ടേക്ക് കടക്കുന്നത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ എന്തായിരുന്നു, കോർണിയ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് എഴുതി. അടുത്തത് നോക്കുക, ഐറിസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഐറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങളിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഐറിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെൻസിൻ്റെ ഇങ്ങോട്ടേക്ക് നിൽക്കുന്നതാ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഇതിനെയാണ് നമ്മൾ ഐറിസ് എന്ന് വിളിക്കുക. ഈ ഐറിസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അല്ലേ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് കയറുന്നത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, നമ്മളുടെ ഈ ഐറിസ് ആണ്. ഓക്കെ, അപ്പോൾ ഐറിസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്താ, ദ കൺട്രോൾസ് ദ സൈസ് ഓഫ് ദി പ്യൂപ്പിൾ. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വരുമ്പോഴും ഡിം ആയിട്ടുള്ള ലൈറ്റ് വരുമ്പോഴും നമ്മുടെ കണ്ണിന് വ്യത്യാസം ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ആ കണ്ണിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ പ്യൂപ്പിളിൻ്റെ സൈസ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, കണ്ണിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ പ്യൂപ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ പ്യൂപ്പിളിൻ്റെ സൈസ് ചെറുതാക്കുന്നതും വലുതാക്കുന്നതും ആരാണ്, നമ്മുടെ ഐറിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്, അവിടുത്തെ ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മുടെ പ്യൂപ്പിൾ എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ഈ പ്യൂപ്പിളിൻ്റെ സൈസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഈ ഐറിസ് ആണ്. ഇത് കോൺട്രാക്ട് ചെയ്തിട്ടും എലോങ്ങേറ്റ് ചെയ്തിട്ടും എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യാണ്. അപ്പോൾ നമ്മളോട് എഴുതാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതിയാൽ മതി, കൺട്രോൾ ദി സൈസ് ഓഫ് ദി പ്യൂപ്പിൾ. അടുത്തതാണ് പ്യൂപ്പിൾ. പ്യൂപ്പിൾ എന്താ ചെയ്യുന്നത്, പ്യൂപ്പിളാണ് നമ്മളുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റെഗുലേറ്റ്സ് ആൻഡ് കൺട്രോൾസ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് എൻ്ററിങ് ദി ഐ. അതുപോലെ തന്നെ അടുത്തതാണ് ഐ ലെൻസ്. പഠിച്ചു വെക്കുക, നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അത് ട്രാൻസ്പെറൻ്റ് ആണ്, സോഫ്റ്റ് ആണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടാവുക. ആ ഇൻവേർട്ടഡ് ഇമേജിനെ നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുപോയിട്ടാണ് നമുക്ക് നേരെ കാണിച്ചു തരുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി വേറൊരാളുണ്ട്, സീലിയറി മസിൽസ്. കാരണം അതൊക്കെ ചോദിക്കാം.
സീലിയറി മസിൽസ് ആണ് നമ്മളുടെ എന്തിനെ ലെൻസിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സീലിയറി മസിൽസ് ആണ് കേട്ടോ. ഇനി അടുത്തതാണ് റെറ്റിന. റെറ്റിനയാണ് നമ്മുടെ ഫോട്ടോ സെൻസിറ്റീവ് പാർട്ടാണ് അല്ലേ, നമ്മളുടെ ഐൻ്റെ ഉള്ളിലുള്ള ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ ലൈറ്റ് റെറ്റിന എന്ന് പറയുന്നത്. റെറ്റിനയിലാണ് നമ്മുടെ ഇമേജസ് ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇമേജസ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അടുത്ത നോക്കൂ, സ്റ്റേജ് 1 ഫങ്ഷൻ ഓഫ് ഐറിസ് എന്താണ്? പ്യൂപ്പിളിൻ്റെ സൈസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഐറിസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്തൊരു ചോദ്യം നോക്കൂ, സ്റ്റേജ് 1 ഫങ്ഷൻ ഓഫ് ദ ക്രിസ്റ്റലൈൻ ലെൻസ് ഓഫ് ദി ഹ്യൂമൻ ഐ. അപ്പോൾ ക്രിസ്റ്റലൈൻ ലെൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ് നമ്മുടെ കണ്ണിൽ കാണുന്നത്? കോൺവെക്സ് ലെൻസ് ആണ്. അത് വളരെ ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആണ്. ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ. നിങ്ങൾക്കറിയാം നമുക്ക് എല്ലാ എന്താ പറയുക സ്ഥലത്തുള്ള എല്ലാ ഡിസ്റ്റൻസിലുമുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് കാണാൻ പറ്റാനുള്ള കാരണം നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അതിനൊരു പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് നമ്മൾ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്താണ് ഹ്യൂമൻ ഐയിൽ ഈ ലെൻസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾ എഴുതി കൊടുക്കുക. അടുത്ത നോക്കൂ, ഡിഫൈൻ ദ ടേം പവർ ഓഫ് അക്കോമഡേഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞേ ഉള്ളൂ അല്ലേ. അപ്പോൾ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കണ്ണിൽ നമുക്ക് ഏതൊരു അല്ലേ അടുത്തുള്ളത് കാണാൻ പറ്റും, ദൂരെയുള്ളത് കാണാൻ പറ്റും, വളരെ ദൂരെയുള്ള നമുക്ക് സ്റ്റാർസ്, സണ്ണ് അല്ലേ, അതുപോലെ തന്നെ മൂണ്, എല്ലാ ഡിസ്റ്റൻസിലുമുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ഡിസ്റ്റൻസിലുമുള്ള ഒബ്ജക്ട്സിനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലെൻസിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ആവണം. അത് അഡ്ജസ്റ്റ് ആവാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് സീലിയറി മസിൽസ് ആണ്. അപ്പോൾ സീലിയറി മസിൽസിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ ഡിസ്റ്റൻസിലുമുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് കറക്റ്റായിട്ട് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നു. ഇതിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്? എബിലിറ്റി ഓഫ് എൻ ഐ ലെൻസ് ടു ചേഞ്ച് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഓർ കൺവേർജിങ് പവർ ടു ഗെറ്റ് എ ക്ലിയർ വ്യൂ ഓഫ് എനി ഒബ്ജക്റ്റ്. ഏതൊരു ഒബ്ജക്റ്റിനെയും ക്ലിയർ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഫോക്കൽ ലെങ്ത്തിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഒരു എബിലിറ്റിനെ, നമ്മുടെ ഹ്യൂമൻ ഐൻ്റെ എബിലിറ്റിനെയാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കാണുക. അപ്പോൾ സപ്പോസ് ഇതാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന ലൈറ്റുകൾ എല്ലാം എന്ത് ചെയ്യുന്നു? നമ്മുടെ ലെൻസിലൂടെ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കോൺവെക്സ് ലെൻസ് ആണ്. സോ അത് കറക്റ്റായിട്ട് നമ്മുടെ റെറ്റിനയിൽ കൺവേർജ് ചെയ്യുന്നു. ആ റെറ്റിനയിൽ കൺവേർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത്. അപ്പോൾ ഒരു ക്ലിയർ ഇമേജ് കിട്ടണമെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ കുറച്ച് ഐ ഡിഫക്ട്സ് പഠിക്കുന്നുണ്ട് അല്ലേ. ആ ഐ ഡിഫക്ട്സ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കുക, ലിസ്റ്റ് the 2 causes of hypermetropia, draw the ray diagram showing the hypermetropic eye and its correction using a suitable optical device അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ഹൈപ്പർമെട്രോപ്പിയ ഉണ്ടാവുന്നത്? ഹൈപ്പർമെട്രോപ്പിയ ഉണ്ടാവുന്ന കണ്ടീഷൻ്റെ കണ്ണിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കണം. അത് റെക്ടിഫൈ ചെയ്യാൻ നമ്മളൊരു ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ലെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ളതും വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മക്കളെ നമ്മുടെ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ അടുത്തുള്ള ഒബ്ജക്ട്സിനെ കാണാൻ പറ്റില്ല അല്ലേ. ലോങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ കാണാൻ പറ്റും, അടുത്തുള്ള ഒബ്ജക്ട്സിനെ കാണാൻ പറ്റില്ല എന്നതാണ് നമ്മുടെ ഹൈപ്പർമെട്രോപ്പിയൻ്റെ പ്രശ്നം. അപ്പോൾ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ ലൈറ്റ് റേസ് വരും, പക്ഷേ അത് റെറ്റിനയ്ക്ക് അപ്പുറം പോയിട്ട് അല്ലേ, റെറ്റിനയും കഴിഞ്ഞു പോയിട്ടാണ് കൺവേർജ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റെറ്റിനയും കഴിഞ്ഞു പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹൈപ്പർമെട്രോപ്പിക് ഐ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ റേ ഡയഗ്രാം ആണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തുള്ളതിൽ നിന്നും ലൈറ്റ് വരുന്നു, അത് കൺവേർജ് ചെയ്യുന്നത് ശരിക്കും റെറ്റിനയിലായിരുന്നു, പക്ഷേ റെറ്റിനയും കഴിഞ്ഞു പോയിട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. ഇതാണ് ഹൈപ്പർമെട്രോപ്പിക് ഐ എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് ഇതിൻ്റെ പ്രശ്നം? ദ ഡിഫക്റ്റ് ഓഫ് ദ ഐ വേർ എ പേഴ്സൺ കനോട്ട് സീ നിയർ ബൈ ഒബ്ജക്ട്സ് ക്ലിയർലി. അടുത്തുള്ള ഒബ്ജക്ട്സിനെ നേരെ കാണാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ ലോങ് സൈറ്റ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് സൈറ്റ്നെസ് എന്നാണ് പറയുക. അടുത്തുള്ളത് കാണാൻ പറ്റില്ല, ദൂരെയുള്ളതാണ് അവർക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രശ്നം? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് കുറച്ച് വലുതായതുകൊണ്ടല്ലേ അല്ലേ, ഫോക്കൽ ലെങ്ത് വലുതാണെന്ന് നമുക്ക് പറയാം. അതായത് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ ലെൻസ് എന്ന് പറയുന്നത് ലോങ് ആണ്. അതേപോലെ തന്നെ ഐ ബോൾ വളരെ ചെറുതാണ് അല്ലേ. ഐ ബോൾ വളരെ ചെറുതായതുകൊണ്ടാണ് അത് അപ്പുറം പോയിട്ട് എന്ത് ചെയ്യുന്നത്? ഫോക്കസ്ഡ് ആവണം. അപ്പോൾ 2 റീസൺസ് ആണുള്ളത്. എന്തൊക്കെയാണ്? ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് വളരെ കൂടുതലാണ് അല്ലേ, ലോങ് ആണ്. അതേപോലെ തന്നെ ഐ ബോൾ ചെറുതാണ്. ഇനി ഇതിനെ ഡിഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെയാണ് യൂസ് ചെയ്യാൻ പറ്റുക?
അപ്പോൾ നമ്മുടെ ബി ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഇതുമാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്നുകൂടെ നേരത്തെ കൺവേർജ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കൺവേർജിങ് ലെൻസ് അഥവാ ഒരു കോൺവെക്സ് ലെൻസാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാണ് മക്കളെ? കോൺവെക്സ് ലെൻസാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തുള്ളതിൽ നിന്ന് നമ്മളൊരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടെ കൺവേർജ് ചെയ്യും. പിന്നെ നമ്മുടെ ലെൻസ് കറക്റ്റായിട്ട് കണ്ടോ റെറ്റിനയിൽ പോയിട്ട് കൺവേർജ് ചെയ്തു. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ വരച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, നമ്മൾ ആരെയാണ് ഉപയോഗിക്കേണ്ടത്? കോൺവെക്സ് ലെൻസാണ് നമ്മുടെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചോദ്യം നോക്കുക. വാട്ട് ഐ ഡിഫെക്ട് ഇസ് മയോപ്പിയ? Describe with a neat diagram how this defect of a vision can be corrected using a suitable lens. അല്ലേ, എന്താണ് മയോപ്പിയ? അതുപോലെ തന്നെ അത് ഡിഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് ലെൻസാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം മയോപ്പിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? നേരത്തെ പോലെ തന്നെയാണ്. നേരത്തെ നമുക്ക് അടുത്തുള്ളതാണ് കാണാൻ പറ്റാത്തത്, പക്ഷേ ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റാത്തത്? ലോങ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ലോങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് കാണാൻ പറ്റാത്തതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ലോങ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലുള്ള അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കാണുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? വളരെ സിമ്പിളാണ്. ലോങ് ആയിട്ട് വരുന്ന നമ്മുടെ റേസ് എന്ത് ചെയ്യുന്നു? റെറ്റിനയുടെ മുമ്പ് പോയിട്ട് എന്ത് ചെയ്യുന്നു? ഫോക്കസ്ഡ് ആവുന്നു. നേരത്തെ റെറ്റിനയും കഴിഞ്ഞായിരുന്നു, ഇത് റെറ്റിനയ്ക്ക് ഫ്രണ്ടിൽ ഫോക്കസ്ഡ് ആവും. കറക്റ്റ് റെറ്റിനയിലല്ല ഫോക്കസ്ഡ് ആയത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ? എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത്? നോക്കൂ, ഈ ഐബോൾ വളരെ വലുതായതുകൊണ്ടാവാം, അല്ലെങ്കിലോ ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് വളരെ ചെറുതായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ ഈസ് ടു ഷോർട്ട്, ദി ഐബോൾ ഇസ് ബിഗ് അല്ലേ, ടു ബിഗ് ആണ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്യണം. റെക്ടിഫൈ ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോൺകേവ് ലെൻസിനെയാണ് കേട്ടോ. എന്താണ് മക്കളെ? കോൺകേവ് ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്ത് ലെൻസ് യൂസ് ചെയ്യണം? കോൺകേവ് ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? വളരെ സിമ്പിളാണ്. നമ്മളുടെ റേസ് വരുന്നു അല്ലേ? കോൺകേവ് ലെൻസ് എന്ന് വെച്ചാൽ എന്താ? ഡൈവേർജിങ് ലെൻസ് ആണ് അല്ലേ? അപ്പോൾ അതിനെ ഒന്ന് ഡൈവേർജ് ചെയ്തിട്ട് വിടും. എന്നിട്ട് നമ്മളുടെ കോൺവെക്സ് എന്ത് ചെയ്യും? കറക്റ്റായിട്ട് അതിനെ റെറ്റിനയിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് കോൺകേവ് ലെൻസ് ആണെന്ന് മനസ്സിലാക്കുക. റെഡിയാണോ? ക്ലിയർ ആണോ? റെഡി. അടുത്ത ഒരു ചോദ്യം നോക്കൂ. നെയിം ദ 3 കോമൺ ഡിഫക്ട്സ് ഓഫ് എ വിഷൻ. വാട്ട് ആർ ദെയർ കോസസ്? നെയിം ദ ടൈപ്പ് ഓഫ് ലെൻസ് യൂസ്ഡ് ടു കറക്റ്റ് ദം. ഓൾറെഡി ഇപ്പോൾ 2 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനെ കറക്റ്റ് ചെയ്യാൻ എന്താണ് അതിൻ്റെ കോസ് എന്നൊക്കെ പറഞ്ഞു. ഇനി വേറൊരാളും കൂടെ നമ്മൾക്ക് ഉണ്ട് അല്ലേ? ആരാ അത്? പ്രസ് ബയോപ്പിയ. അപ്പോൾ പ്രസ് ബയോപ്പിയ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ചില ആൾക്കാർക്ക് പ്രായമാവുന്ന സമയത്ത് കണ്ണട വെക്കേണ്ടി വരും. അപ്പോൾ പ്രായമാവുന്ന സമയത്ത് നമ്മുടെ സീലിയറി മസിൽസിൻ്റെ എബിലിറ്റി പോകും. അതായത് സീലിയറി മസിൽസ് ആണ് നമ്മുടെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണത് ലെൻസിൻ്റെ. അപ്പോൾ ഈ സീലിയറി മസിൽസ് വർക്ക് ആവാണ്ടാവുന്ന സമയത്ത് അവരുടെ എബിലിറ്റി പോകുന്നത് കൊണ്ട് കറക്റ്റായിട്ട് അതിനെ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രസ് ബയോപ്പിയ എന്ന് വിളിക്കുക. അപ്പോൾ ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ദ പവർ ഓഫ് ദി അക്കോമഡേഷൻ ഓഫ് ദി ഐ വിത്ത് ഏജിങ് അല്ലേ? പ്രായമാകുമ്പോഴാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കണ്ണും മയോപ്പിക്കും ആവാം, ഹൈപ്പർമെട്രോപ്പിക്കും ആവാം. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കും. ചിലപ്പോൾ അടുത്തതും ദൂരെയുള്ളതും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യേണ്ട ഏതാ? ബൈഫോക്കൽ ലെൻസാണ്. അത്രയും എഴുതി കൊടുക്കുക. പിന്നെ മുമ്പുള്ള 2 എണ്ണം ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് മിസ് പറയാത്തത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഇതിന് ആൻസറാക്കി എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യമാണ്. അടുത്തത് നോക്കുക. ഡ്രോ എ റേ ഡയഗ്രാം ടു എക്സ്പ്ലെയിൻ ദ ടേം എന്താണ്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എങ്ങനെയാണ് നമ്മൾ വരച്ച് കാണിക്കുക എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു പ്രിസം എടുക്കുക അല്ലേ? നമ്മൾ പ്രിസത്തിലൂടെ നമ്മുടെ ലൈറ്റിനെ കടത്തിവിടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മളൊരു പ്രിസം എടുത്തിട്ട് ആ പ്രിസത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈറ്റിനെ കടത്തി വിടുന്നു. അപ്പോൾ ലൈറ്റിനെ കടത്തി വിടുകയാണ്. അപ്പോൾ ലൈറ്റിനെ ഇങ്ങനെ കടത്തി വിടുന്നു, ലൈറ്റിനെ ഇങ്ങനെ കടത്തി വിടുകയാണ്. അപ്പോൾ കടത്തി വിടുന്ന സമയത്ത് നമുക്കറിയാം, ഇവിടെ നമ്മൾ നോർമൽ വരയ്ക്കും. ഇതാണ് നമ്മുടെ നോർമൽ. ഇനി നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ എയറാണ് അല്ലേ? ഇത് നമ്മുടെ ഗ്ലാസ് ആണ്. ഇത് വീണ്ടും പുറത്ത് എയറാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക,
നമ്മുടെ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ അല്ലേ, നോക്കൂ, റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ ടുവേർഡ്സ് നോർമൽ ആണോ എവേ ഫ്രം നോർമൽ ആണോ? ടുവേർഡ്സ് നോർമൽ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ശരിക്കും നേരെ പോകേണ്ടതാണ്, പക്ഷേ അതിനെന്ത് സംഭവിക്കും അല്ലേ? ഇങ്ങനെ നേരെ പോകേണ്ട ആളാണ്, പക്ഷെ അതിനെന്ത് സംഭവിക്കും മക്കളെ? ഡീവിയേഷൻ സംഭവിക്കും അല്ലേ. അപ്പോൾ ഡീവിയേഷൻ സംഭവിച്ചിട്ട് എന്താ സംഭവിക്കുക? നമ്മുടെ നോർമലിൻ്റെ അടുത്തേക്ക് ഫോക്കസ്ഡ് ആവും അല്ലേ. ഇത് ഇവിടെ പോയിട്ട് തട്ടും, ഇവിടെ പോയിട്ട് തട്ടും. അപ്പോൾ ഇവിടെ പോയിട്ട് തട്ടുമ്പോൾ നമുക്ക് ഇവിടെ നോർമൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും, ഇവിടെ നോർമൽ ഇങ്ങനെയാണ് വരിക അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്ലാസ്സിൽ നിന്നും പുറത്തോട്ടേക്ക് പോകും. അപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകുമ്പോൾ അതെന്താ ചെയ്യുക? എവേ ഫ്രം നോർമൽ ആയിരിക്കും അല്ലേ, എവേ ഫ്രം നോർമൽ. അപ്പോൾ ശരിക്കും ഇങ്ങനെ പോകേണ്ട ആളാണ്, പക്ഷേ എവേ ഫ്രം നോർമലായിട്ട് ഇങ്ങനെ പോകും. ഇങ്ങനെയാണ് ഒരു പ്രിസത്തിലേക്ക് നമ്മൾ ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ലൈറ്റ് ശരിക്കും എങ്ങനെ പോകേണ്ടതായിരുന്നു? ഇതാ ഇങ്ങനെ നേരെ പോകേണ്ടതായിരുന്നു അല്ലേ. നമ്മുടെ ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ. ഇതിന് ഞാൻ എ ബി സി ഡി അല്ല പി ക്യു ആർ എസ് കൊടുക്കുക, അതാണ് നല്ലത്. പി ക്യു ആർ എസ് അല്ലെ, പി ക്യു ആർ എസ്. ഇതിൽ പി ക്യു എന്ന് പറയുന്നതാണ് ഇൻസിഡൻറ്റ് റേ, അതുപോലെ തന്നെ ആർ എസ് എന്ന് പറയുന്നതാണ് എമർജൻറ്റ് റേ, ഈ ക്യു ആർ എന്ന് പറയുന്നതാണ് റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ നമ്മുടെ ഇൻസിഡൻറ്റ് റേ ശരിക്കും എങ്ങനെ പോകേണ്ടതായിരുന്നു? നേരെ പോകേണ്ടതായിരുന്നു അല്ലേ. ഈ ഇൻസിഡൻറ്റ് റേ ശരിക്ക് നേരെയായിരുന്നു പോകേണ്ടത്. ഈ എമർജൻറ്റ് റേനെ നമ്മൾ ബാക്കോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇങ്ങനെ വരും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്നത് ഈ ഒരു ആംഗിളില്ലേ, ഈ ആംഗിളിനെയാണ് നമ്മൾ ഡി എന്ന് പറയുക, അഥവാ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. റെഡിയാണോ? അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഞാൻ ഇവിടെ കാണിച്ചു തരാം. നോക്കിക്കേ, നമ്മളുടെ റേ പോകുന്നു, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാട്ടോ. റേ പോകുന്നു, അത് ഡീവിയേറ്റ് ചെയ്തു, എമർജ് ചെയ്യുന്നു. ഈ എമർജ് റേനെയും ഇൻസിഡൻറ്റ് റേനെയും നേരെ കൂട്ടിക്കഴിഞ്ഞാലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇത് കൃത്യമായിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ ദ എമർജൻറ്റ് റേ ബെൻസ് ആൻ ആംഗിൾ ടു ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് അല്ലേ. ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേൻ്റെയും ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് നിങ്ങൾ അവിടെ എഴുതിയും കൂടെ കൊടുത്താൽ നിങ്ങൾക്ക് എന്തായി? അവിടെ ഫുൾ മാർക്ക് കിട്ടി. ക്ലിയർ ആണോ? റെഡി ആണോ? അപ്പോൾ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അടുത്ത നോക്കുക, വാട്ട് ഈസ് ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ്? സ്റ്റേറ്റ് ഇസ് കോഴ്സ്. ഡ്രോ എ റേ ഡയഗ്രാം ടു ഷോ ദ ഡിസ്പേർഷൻ ഓഫ് ദ ലൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് മക്കളെ ഡിസ്പേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? നമുക്കറിയാം, ഒരു പ്രിസത്തിലേക്ക് നമ്മൾ വൈറ്റ് ലൈറ്റ് വിടുകയാണ് അല്ലേ. ഒരു പ്രിസത്തിലേക്ക് നമ്മൾ വൈറ്റ് ലൈറ്റിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ വൈറ്റ് ലൈറ്റിനെ പറഞ്ഞു വിടുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ അത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് കളേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും? യെസ്, കോൺസ്റ്റിറ്റ്യുവൻറ്റ് കളേഴ്സ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. റെഡും വയലറ്റും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് കളേഴ്സ് ആയിട്ട് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്പെർഷൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സ്പെക്ട്രം ആയിട്ടുള്ള വിബ്ജിയോർ കിട്ടും. അപ്പോൾ നോക്കുക, സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻടു 7 കളേഴ്സ് ഓൺ പാസിംഗ് ത്രൂ എ ട്രാൻസ്പെറൻറ്റ് മീഡിയം അല്ലേ. ഇതിനെയാണ് നമ്മൾ ഡിസ്പെർഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ വേവ് ലെങ്ത്തും അതേപോലെ തന്നെ സ്പീഡിലുമുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇവർ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ, ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇവരുടെ വേവ് ലെങ്ത്തിന് വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ സ്പീഡിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവർ സ്പ്ലിറ്റായി പോകും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ റെഡിനാണ് ഡീവിയേഷൻ കുറവ്, വയലറ്റിനാണ് ഡീവിയേഷൻ കൂടുതൽ. അത് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഡീവിയേഷൻ എന്ന് പറയുന്നത് മിനിമം ആർക്കായിരിക്കും? നമ്മുടെ റെഡിനായിരിക്കും. ആൻഡ് ഡീവിയേഷൻ കൂടുതൽ എന്ന് പറയുന്നത് വയലറ്റിനായിരിക്കും. അതിൻ്റെ കാരണം സ്പീഡിലുള്ളതാണ്. റെഡിൻ്റെ സ്പീഡാണ് കൂടുതൽ, വയലറ്റിൻ്റെ സ്പീഡാണ് മിനിമം. അപ്പോൾ വേവ് ലെങ്ത്തും അല്ലെങ്കിൽ സ്പീഡും ഡീവിയേഷനും വെച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള ആൾക്ക് ഡീവിയേഷൻ കുറവായിരിക്കും, വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ള ആൾക്ക് ഡീവിയേഷൻ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ വേവ് ലെങ്ത് കൂടിയ ആൾക്ക് മിനിമം ഡീവിയേഷൻ, അതുകൊണ്ടാണ് റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, അപ്പോൾ മിനിമം ഡീവിയേഷൻ. വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ളത് ആർക്ക്? വയലറ്റിനാണ്, സോ അതിന് മാക്സിമം ഡീവിയേഷൻ. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാറുണ്ട്, അത് ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കണം, വരച്ചു കൊടുക്കണം. നോക്കുക, ഡിഫൈൻ ദ ടേം ഡിസ്പേർഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. നെയിം ദ കളർ ഓഫ് ദ ലൈറ്റ് വിച്ച് ബെൻസ് ദ മോസ്റ്റ്. ഏതാണ് ബെൻഡ് ചെയ്യുന്നത്? മോസ്റ്റ് വയലറ്റ് ആണ് ബെൻഡ് ചെയ്യുന്നത്. ആൻഡ് ലീസ്റ്റ് ഏതാണ്? റെഡ് ആണ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്.
ഡിസ്പേർഷൻ എന്താണെന്ന് എഴുതുക. അതേപോലെ തന്നെ എന്താണ് ഇവരുടെ ഡീവിയേഷൻ്റെ, ഏതാണ് മാക്സിമം ഡീവിയേറ്റ് ചെയ്യുക, ഏതാണ് മിനിമം ഡീവിയേറ്റ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനിയും ഇവിടുന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ മാരത്തോണുകളിലും അടിപൊളിയായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ ഒരു ലൈവുകളും നിങ്ങൾ മറക്കരുത്, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തരാൻ പോവാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഐയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മളുടെ കാറ്ററാക്റ്റ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടല്ലേ, കാറ്ററാക്റ്റ്. ഈ കാറ്ററാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാറ്ററാക്റ്റ് എന്നുള്ളത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ എന്തിന് വരികയാണ്, നമ്മുടെ സയൻസ് എക്സാമിന് വരികയാണ്, എന്താണ് കാറ്ററാക്റ്റ്, അതിൻ്റെ എന്താണ് അത് മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടത്, അതിൻ്റെ റെമഡി എന്താണ് എന്നുള്ളത് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ആൻസർ എഴുതാന്നുള്ളത് താഴെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.